അവിഹിതത്തിൽ പെട്ടുപോകല് ഇന്ന് വല്ലാതെ കൂടുതലാണ്. ആണുങ്ങളും പോകുന്നുണ്ട്, പെണ്ണുങ്ങളും അവിഹിതത്തിലേക്ക് പോകുന്നുണ്ട്. വിവാഹം കഴിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും പോകുന്നുണ്ട്. ആണാണ് അവിഹിതത്തിൽ പോയതെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാം, പെണ്ണാണ് അവിഹിതത്തിൽ പെട്ടുപോയതെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാം ഉള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഈ നിയത്തോ വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നോമ്പിനെ പിടിക്കുക. ശേഷം എല്ലാ ദിവസവും നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ബഖറയിലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്ത് 11 തവണ നിങ്ങൾ അതിലേക്ക് മന്ത്രിച്ചു കൊണ്ടുപോകുക. ശേഷം എല്ലാ ദിവസവും ഇത് ചെയ്യണം. യൂസുഫ് സൂറത്ത് പാരായണം ചെയ്യുക. അതിലെ 33-ാമത്തെ ആയത്ത് എത്തുന്ന സമയത്ത് 7 തവണ അതിനെ ആവർത്തിച്ച് ഓതിയിട്ട് ആ സൂറത്തിനെ പൂർത്തീകരിക്കുക. ഇതേ പ്രകാരം തന്നെ യാസീൻ സൂറത്ത് ഓതുക. ശേഷം അതിൽ 55 മുതൽ 58 വരെയുള്ള ആയത്തുകൾ 11 തവണ ആവർത്തിച്ച് ഓതുക. എന്നിട്ട് യാസീനെ പൂർത്തീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 തവണ നിങ്ങൾ ചൊല്ലുക. ശേഷം സൂറത്തു തഹ്രീമിലെ 11 ആയത്തുകൾ വരെ, ആദ്യം മുതൽ 1-ാമത്തെ ആയത്ത് മുതൽ 11 ആയത്തുകൾ വരെ നിങ്ങൾ അതിലേക്ക് മന്ത്രിച്ച് ഓതിയിട്ട് അത് നിങ്ങളുടെ അവിഹിതമുള്ള ഭാര്യക്കോ അവിഹിതത്തിൽ പെട്ടുപോയി എന്നുറപ്പുള്ള ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആ അവിഹിതത്തിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു പോരാൻ ഇത് സഹായകമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും നല്ല രൂപത്തിലുള്ള കുടുംബ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.